എല്ലാരും കൂടിയതല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ 2 പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റ് പൊട്ടിച്ച ബൗളിലോട്ട് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നുറുക്കാൻ തുടങ്ങി. പൊട്ടിച്ചിടാൻ തുടങ്ങി. ഇതുവരെയായിട്ട് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താണ് ചെയ്യാൻ പോണേന്ന്. ഏട്ടനാണ് ക്യാമറാമാൻ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നീ എന്താ അടി ഇതുകൊണ്ട് ചെയ്യാൻ പോണേന്ന്. എല്ലാ ബിസ്ക്കറ്റ്സും കുരുകുരായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടുന്ന സമയം കൊണ്ട് തന്നെ ഞാനത് അങ്ങോട്ട് തീരുമാനിച്ചു. ഇന്നിപ്പോ ഞാനുണ്ടല്ലോ ഒരു കേക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ പൊട്ടിച്ച ബിസ്ക്കറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ഞാനൊരു പാനിലോട്ട് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുത്തു. ഇനി ഇത് ചോപ്പിംഗ് ബോർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് കത്തി കൊണ്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് പൊട്ടിച്ച് വെച്ച ബിസ്ക്കറ്റിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു സോസ്പാൻ ഗ്യാസും ഒഴിക്കുക. അതിലോട്ട് ഇച്ചിരി പാൽ ഒഴിക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോ ഉണ്ടല്ലോ ഇച്ചിരിക്കോളം കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വിസ്ക് ചെയ്യുക. ലംസ് കെട്ടാണ്ടിരിക്കാനാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒരു വലിയ സ്ലൈസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വിസ്ക് ചെയ്യുക. എല്ലാം കൂടി യോജിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിയൊക്കെ വരുമ്പോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മിക്സ്ചർ ബിസ്ക്കറ്റിനും കാഷ്യൂവിന്റെയും മുകളിലേക്കോടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ മിക്സ് ചെയ്യുന്ന കണ്ടപ്പോഴുണ്ടല്ലോ അമ്മ ടേസ്റ്റ് നോക്കാനായിട്ട് കുറച്ചങ്ങോട്ട് എടുത്തു. തീരെ മധുരം പോരാ, നമുക്ക് കുഴപ്പമില്ല, പക്ഷെ കുട്ടികൾ ഇത് കഴിക്കുന്ന തോന്നുന്നില്ല കല്ലുവോ എന്ന് പറഞ്ഞു. എന്നെ കല്ലു എന്നാണ് വീട്ടിൽ വിളിക്കാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതേ സോസ് പാനിൽ ഇച്ചിരി കൂടി പാൽ ഒഴിച്ചിട്ട് അതിലോട്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വച്ചതിന് ശേഷം ഇതിന്റെ മുകളിലേക്കോടെ വീണ്ടും ഒഴിച്ചു. നിങ്ങളുടെ ഹെൽത്തിയർ ഓപ്ഷൻ ആയ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതാട്ടെ നല്ലത്. ഇവിടെ ഇപ്പൊ ഇതൊന്നും കണ്ടില്ല. അങ്ങനെ ആട്ടെ ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാന്ന് വെച്ചത്. ലിക്വിഡ് മിക്സ്ചറിന് സെപ്പറേറ്റ് ആയിട്ട് കെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു എഗ് മോൾഡ് എടുത്തു. അതിന്റെ മുകളിൽ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ, അപ്പൊ ഒരു പേപ്പർ വെക്കില്ലേ, അതിന് എന്താ പറയാ, അതിന്റെ പേര് ഞാൻ മറന്നു. ഈ സംഭവം മോൾഡിന്റെ മുകളിലേക്ക് വെച്ചു. എന്നിട്ട് ഈ ബാറ്റർ ഓരോന്നിക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഇടുന്നതിന്റെ ഇടയിൽ എന്നെ ഏട്ടൻ പറയുന്നുണ്ടേ എന്താണ് ഒരു വൃത്തിയില്ലാത്ത കാണാനായിട്ടെന്ന്. കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ സ്റ്റെപ്പ് വരെ ചെയ്തപ്പോഴേ, അത് അങ്ങോട്ട് പോയി കിട്ടി. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞു എന്ന് വെച്ചാൽ ശരി നമുക്ക് ഐസ്ക്രീം മോൾഡിൽ തന്നെ ചെയ്യാം, പക്ഷെ ഐസ്ക്രീം മോൾഡിൽ സ്റ്റിക്ക് ഇല്ലാന്ന്. അപ്പൊ അമ്മ പറഞ്ഞു എന്തിനാണ് ഈ സ്റ്റിക്കൊക്കെ, പണ്ടത്തെ കാലത്ത് ഞങ്ങൾ എങ്ങനെയാ ചെയ്തിരുന്നേ, നീ പോയിട്ട് ആ തൊടീനെ ആ തെങ്ങിന്റെ ഓല അങ്ങോട്ട് കീറിക്കൊണ്ടുവാ, പച്ചീർക്കിൽ അങ്ങോട്ട് കുത്തുക, അത്ര തന്നെയെന്ന്. അങ്ങനെ ഏട്ടൻ പോയിട്ട് ഓലയൊക്കെ കൊണ്ടുവന്നു. ഞാനത് ഉരിഞ്ഞ് ഓരോരോ ഐസ്ക്രീം മോൾഡിലേക്ക് വെച്ചു. എന്നിട്ട് ഈ ബാറ്റർ അങ്ങോട്ട് ഓരോന്നേക്ക് അങ്ങോട്ട് ഇട്ടു. അപ്പൊ ഒരു വൃത്തിയൊക്കെ തോന്നി. എന്നാലും ഞാൻ എഗ് മോൾഡിൽ ഇടാണ്ടിരുന്നൊന്നുമില്ല കേട്ടോ. ഏതാണ് ശരിയാവാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഐസ്ക്രീം മോൾഡും എഗ് മോൾഡും കൂടെ ഞാൻ ഫ്രീസറിൽ വെച്ചു. 35 മിനിറ്റ് ആണ് വീഡിയോയിൽ പറയണേ, പക്ഷെ ഞാൻ 1 മണിക്കൂർ വെച്ചു കേട്ടോ. അരമണിക്കൂറിൽ അത് അങ്ങോട്ട് സെറ്റ് ആവണുണ്ടായിരുന്നില്ല കേട്ടോ. ഈ സമയമായപ്പോഴേക്കും ഞാനൊരു കുഞ്ഞു ബൗളിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും പാലും കൂടി എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വിസ്ക് ചെയ്തു. എന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാലൊഴിക്കല്. അല്ലാണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ശരിയാവില്ല കേട്ടോ, അടി പിടിക്കും, പിന്നെ അത് ലിക്വിഡ് ആയി കിട്ടില്ല. അപ്പൊ എന്തിനീ തലവേദന എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ശരിക്കും കുറുകി വന്നപ്പോ ഏതാണ്ടൊക്കെ ശരിയായി വന്നു. അടുത്തത് ഈ മെൽറ്റ് ചെയ്തതിലോട്ട് വറുത്ത് കത്തി കൊണ്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്ത വെള്ളക്കപ്പലിന്റെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഫ്രീസറിൽ വെച്ച എഗ് മോൾഡിലുള്ള ചോക്ലേറ്റ് അത് അങ്ങോട്ട് എടുത്തിട്ട് ആ മോൾഡൊക്കെ മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ ഈ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അത് അങ്ങോട്ട് ഇങ്ങനെ പരട്ടി കൊടുത്തു. ഇനി ഇത് വീണ്ടും ഒരു 1/4 മണിക്കൂറത്തേക്ക് ഫ്രീസറിൽ പോകണം കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് വയ്യാണ്ടായി. അങ്ങനെ ഞാൻ ഓടിപ്പോയിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്ന പാടെ തന്നെ സോസ് പാൻ എടുത്തു. അതിൽ ഇച്ചിരിക്കോളം പാലും പിന്നെ മിൽക്ക് ചോക്ലേറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വിസ്ക് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുത്തു. ഇതിലേക്ക് ഞാൻ പീനട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു കേട്ടോ. അടുത്ത് ഞാൻ ഐസ്ക്രീമിന്റെ മോൾഡ് ഫ്രീസറിൽ നിന്ന് എടുത്തു. അതങ്ങോട്ട് മോൾഡിൽ നിന്ന് വിടിയിപ്പിക്കുന്ന സമയത്ത് പാത്തുട്ടി സൈഡിൽ വന്നിരുന്നു പറഞ്ഞു എനിക്ക് വേണം മമ്മി ഐസ്ക്രീം. അത് ഡിപ്പ് ചെയ്യാനൊന്നും സമയം തന്നില്ല എനിക്ക്. എന്തായാലും പാത്തുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഇങ്ങനെ കേക്ക് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതല്ലാട്ടാ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഐസ്ക്രീമിന്റെ മോൾഡിൽ നിന്ന് അത് ഡിറ്റാച്ച് ചെയ്തിട്ട് ഈ ചോക്ലേറ്റിന്റെയും പീനട്ടിന്റെയും മിക്സിൽ അങ്ങ് ഡിപ്പ് ചെയ്തിട്ട് ഇത് വീണ്ടും ഫ്രീസറിലോട്ട് 1/2 മണിക്കൂറത്തേക്ക് വെക്കണം. ഞാൻ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തപ്പോഴുണ്ടല്ലോ പാലിന്റെ അളവ് ഇച്ചിരി അങ്ങോട്ട് കൂടിയെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് കുറുക്കില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ എഗ് മോൾഡിലത്തെ ചോക്ലേറ്റ് ഫ്രീസറിൽ നിന്ന് എടുത്തു. അതിന്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ സെറ്റ് ആയി കിടപ്പുണ്ടായിരുന്നു. അതിന്റെ മുകളിലോട്ട് ഞാൻ ഈ സെറ്റ് ചെയ്ത് വെച്ച മിൽക്ക് ചോക്ലേറ്റും പീനട്ടിന്റെയും മിക്സ്ചർ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഇച്ചിരി ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് വെള്ളത്തിലായ പോലെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിവേ ഫ്രീസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഫ്രീസറിലോട്ട് അതും വെച്ചു. ഇനിയും ബാക്കി ഉണ്ടായിരുന്നു ആ ഗ്ലാസ്സിലെ മിൽക്ക് ചോക്ലേറ്റിന്റെ മിക്സ്. അപ്പൊ ആ തൊട്ടി എന്ത് ചെയ്തു, അവളുടെ കയ്യിലുള്ള ഐസ്ക്രീം അതിൽ മുക്കിയിട്ട് അങ്ങനെയായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നെ. പിന്നെ അവൾക്ക് കഴിക്കാൻ
കഴിക്കാനായിട്ട് ആപ്പിൾ ചെത്തി കൊടുത്തിരുന്നേ. ആ ആപ്പിളും ഈ ചോക്ലേറ്റ് സിറപ്പിൽ മുക്കിയിട്ട് കഴിക്കാനുണ്ടായി. ഇത് കണ്ട് ഏട്ടൻ ഓടി വന്നിട്ട് ആ ചോക്ലേറ്റ് സിറപ്പ് അങ്ങനെ പാടെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ട് ഫ്രീസറിൽ നിന്ന് 2 ബോൾസ് കൊടുത്തു. എന്നിട്ട് ആദ്യം തന്നെ ഐസ്ക്രീം പാത്തുവിനും വിഭുവിനും ആയിട്ട് കൊടുത്തു. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായി. ഐസ്ക്രീമിന്റെ ചെറിയ ക്രഞ്ചിനെസ്സും പിന്നെ കേക്കിന്റെ ടേസ്റ്റും എല്ലാം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ എഗ് മോൾഡിലുള്ളത് ഇങ്ങനെ പതിയെ പതിയെ മുറിച്ചു. അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തികേടായിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച പോലെ. പക്ഷെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കുറച്ചും കൂടി തിക്കായിരുന്നെങ്കിൽ കാണാൻ ഇച്ചിരി കൂടി ഭംഗി ഉണ്ടാവുമായിരുന്നു. എന്തൊക്കെയാലും ടേസ്റ്റ് സ്നിക്കേഴ്സിന്റെ പോലെ ഇരുന്നു കേട്ടോ. മേ ബി വൈറ്റ് ചോക്ലേറ്റിന്റെയും മിൽക്ക് ചോക്ലേറ്റിന്റെയും കൊക്കോ പൗഡറിന്റെ ഒക്കെ മിക്സ് ആയതുകൊണ്ടാവാം എല്ലാവർക്കും ഗംഭീരമായിട്ട് ഇഷ്ടമായി. വെക്കേഷൻ സമയത്ത് പിള്ളേർക്ക് പല പല ആഗ്രഹങ്ങളല്ലേ, ഓരോ സാധനങ്ങൾ പുതിയത് ട്രൈ ചെയ്യണമെന്നൊക്കെ. അപ്പൊ ഒരു ദിവസം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ.